ബിയോണ്ട് ഈസ് ഫുഡ് അതിൻ്റെ പ്രകാശന ചടങ്ങിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദേവസാർ പറഞ്ഞതുപോലെ വളരെ അഭിമാനമുണ്ട്. ഈ പുസ്തകം കുറച്ച് പേജുകളിൽ ചേർന്ന് മാത്രമല്ല നഗരത്തിൻ്റെ കലാതീതമായ പൈതൃകത്തെ അഭിനന്ദിക്കുന്നതും ക്ഷേത്രത്തിൻ്റെയും പുരാതന സർവകലാശാലയിലെ കമ്പനിശാലയിലെയും പ്രാധാന്യം പ്രകടിപ്പിക്കുന്ന ഇടപെടലുകൾ അവർ രേഖപ്പെടുത്തുകയും രൂപകൽപ്പനയും ചെയ്തതിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അക്ഷരം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ യാദൃശ്ചികമായ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ അധ്യാപികയായി CET പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇതുപോലൊരു ബാച്ച് ദുരിതത്തെ അടയാളത്തെപ്പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. അതിനൊരു പാർട്ടാവാൻ എനിക്ക് സാധിച്ചു. അന്ന് തുടങ്ങിയ ഒരു താല്പര്യവും ഒരു ബന്ധവുമാണ് ഈ അടയാളങ്ങളുടെ വാസ്തുവിദ്യയിലുള്ളത്. തുടർന്ന് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പഠനത്തിൻ്റെയും തീസിസ് പ്രോഗ്രാമിനായി തിരഞ്ഞെടുത്തതും അഗ്രഹാരം തന്നെയാണ്. ഹൗസിംഗ് ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. രണ്ട് കാരണങ്ങൾ, അതും പ്രത്യേകിച്ച് ഈ വല്യശാല സ്ട്രീറ്റാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എൻ്റെ കേന്ദ്ര ബിന്ദുവായി ഞാൻ തിരഞ്ഞെടുത്തത്. അതിന് രണ്ട് റീസൺസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേക്ക് അറിയാമായിരിക്കും, ഈ വല്യശാല സ്ട്രീറ്റ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെസിഡൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഏഷ്യ. പിന്നെ രണ്ടാമത് നമ്മുടെ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻസിൻ്റെ എന്തുകൊണ്ട് സംഭവിച്ചു, പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ഈ പൈതൃകം നിലനിർത്താൻ എന്നീ മാർഗനിർദ്ദേശങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ പണി. അത് വളരെ അനുഭവസമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ. അതിനുശേഷം അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ 2 പ്രാവശ്യം അടയാളങ്ങളെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇതെല്ലാം വളരെ പ്രശംസനീയ പ്രസന്റേഷൻസും ആയിരുന്നു. തുടർന്ന് CET ഒരു റിക്വസ്റ്റ് വന്നു, അഗ്രഹാരങ്ങളുടെ ഒരു അവയർനെസ്സിനെ പറ്റി ഒരു ലഘുലേഖനം തയ്യാറാക്കുന്ന. അങ്ങനെ ഞാനും എൻ്റെ സമർപ്പണമായ കൺസർവേഷൻ ആർക്കിടെക്റ്റാണ്. കുറച്ച് വിദ്യാർത്ഥികളോട് ചേർന്ന് ഞങ്ങളൊരു ചെറിയൊരു ഡോക്യുമെന്റേഷൻ നടത്തി. ഇതുകൊണ്ടോ എനിക്കെന്തൊരു ഭയങ്കര ഒരു ആത്മബന്ധമുള്ള ഒരു ഏരിയയാണിത്. ഞാൻ വരുമ്പോൾ അതാണ് ആലോചിച്ചിരുന്നത്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു. അതുപോലൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുഖ്യാതിഥിയായി വന്നിരിക്കുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറാണ്. മാർച്ച് മാസത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ദിവസത്തെ പത്രത്തിൽ ഞാനൊരു വാർത്ത കാണാനിടയായി. തിരുവനന്തപുരം കോർപ്പറേഷൻ പന്തലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് 10 കോടി അനുവദിച്ചിരിക്കുന്നു. അന്ന് മുതൽ എനിക്ക് ഇത് നമ്മുടെ കുട്ടികൾ വളരെ നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഭാരവാഹികളെ ഒന്ന് അറിയിക്കണം, നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാറിൻ്റെ നമ്പർ എടുത്ത് സാറിനെ കോൺടാക്റ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയും വളരെ ഗൗരവത്തോടെയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാർ സ്വീകരിക്കും. ഇന്നിങ്ങനെ ഒരു വേദി ഒരുക്കി തരാൻ ഒരുപാട് സപ്പോർട്ടും ചെയ്തു. ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് നിൽക്കില്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായും വരയപ്പുറത്ത് ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൻ്റെ എല്ലാ സഹായങ്ങളും കാണും. ഞങ്ങളുടെ എക്സ്പെർട്ടൈസും ഞങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതൊരു പ്രോമിസായി സാർ കണക്കാക്കണം. നേരത്തെ ദേവ് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് പക്ഷേ എല്ലാവരും അറിയാൻ സാധിച്ചത് വളരെ സന്തോഷമായിരിക്കും. ഞങ്ങളുടെ കുട്ടികളുടെ സമർപ്പണവും അവരുടെ സർഗാത്മകതയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അസാധാരണമായ ഒരു കൃതി തയ്യാറാക്കാൻ സാധിക്കുന്നു. അവരെ പ്രാപ്തരായിട്ട് ഞങ്ങൾ കാലിക്കറ്റ് അംഗങ്ങളുടെ അമൂല്യമായ ഗൈഡൻസിന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഔട്ട്കം തന്നെയാണ് ഈ പുസ്തകം. ഈ തിരുവനന്തപുരം നഗരത്തിലെ വൈവിധ്യമാർന്ന തെരുവുകൾ, അതിസമ്പന്നമായ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ, അതുപോലെ തന്നെ ചരിത്രവും ആധുനികതയും ഒത്തുചേർന്ന ഒരു അമൂല്യമായ പുസ്തകം തുടങ്ങിയവ പരിവേഷണം ചെയ്യാനും അത് അഭിനന്ദിക്കുന്നതുമായ ഈ പുസ്തകം തീർച്ചയായും വായനക്കാരെ കൂടുതൽ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ കുട്ടികളുടെ ഈ നേരത്തിൽ 2020-25 ബാച്ചിന് വീണ്ടും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ ബുക്ക് വായിക്കുന്നതിന് എല്ലാ വിജയങ്ങളും നേരത്തെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.